ഹലോ മക്കളെ, 2025 കീം എക്സാമിന്റെ റിസൾട്ട് പബ്ലിഷ് ആയിട്ടുണ്ട്. എല്ലാവരും ഓൾറെഡി ചെക്ക് ചെയ്തിട്ടുണ്ടാകുമെന്ന് അറിയാം. അപ്പോൾ ഇനി എന്താണെന്നുള്ളത് ആലോചിക്കുന്ന സമയത്ത് ഒരുപാട് കുട്ടികൾ ഡയറക്റ്റ് ആയിട്ടും ഗ്രൂപ്പിലൂടെ ഒക്കെ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്. ചില ഷിഫ്റ്റുകളിൽ എക്സാം എഴുതിയ കുട്ടികൾക്ക് അവർ എക്സാം കഴിഞ്ഞിട്ട് നോക്കിയൊരു സ്കോർ ഉണ്ടായിരുന്നു. പക്ഷേ നോർമലൈസ് ചെയ്ത് വന്ന സ്കോറിൽ 20-30 ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പല കുട്ടികളും പറയുന്നത്. അപ്പോൾ പെർസെൻറ്റേജ് സ്കോർ ആവട്ടെ മറ്റേതാവട്ടെ, അങ്ങനെ ഒരുപാട് കൺസേൺസ് ഒരുപാട് കുട്ടികൾ ഷെയർ ചെയ്തു. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് പറയാനുള്ളത്, ഞാനൊരു ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ എക്സാമിൻ്റെ റിസൾട്ട് ഡീറ്റെയിൽസ്, നിങ്ങളുടെ പേരോ മൊബൈൽ നമ്പർ ഒന്നുമല്ല, നിങ്ങൾ ഏത് ഷിഫ്റ്റിലാണ് എക്സാം എഴുതിയത്, പെർസെൻറ്റേജ് സ്കോർ എത്രയാണ്, നോർമലൈസ്ഡ് സ്കോർ എത്രയാണ്, നിങ്ങൾ ആദ്യം പ്രതീക്ഷിച്ചിരുന്ന മാർക്ക് എത്രയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അതിലൊന്ന് ഫില്ല് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ക്ലിയർ പിക്ചർ കിട്ടും എന്താണ് ഓരോ കുട്ടികൾക്കും സംഭവിച്ചത്. അപ്പോൾ കൂടുതൽ ആളുകൾ ഫില്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ആ ഒരു ഡാറ്റ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ ഒരു വീഡിയോ, അതുപോലെ തന്നെ ആ ലിങ്കിൻ്റെ ഫോമിൻ്റെ ലിങ്ക് നിങ്ങൾ മാക്സിമം കീം എഴുതിയ നിങ്ങൾക്ക് അറിയുന്ന എല്ലാവർക്കും എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അവരോട് അത് എന്ത് ചെയ്യാൻ പറയാം, ഫില്ല് ചെയ്യാൻ പറയാം. അപ്പോൾ ഇനി കീം റിസൾട്ട് വന്നു. കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് കോളേജുകളിലേക്കുള്ള അഡ്മിഷൻസ് നടക്കാൻ പോവുകയാണ്. ഇതിന് പാരലി തന്നെ നമുക്കറിയാം ജോസയുടെ കൗൺസിലിംഗും ജൂൺ ഫസ്റ്റ് വീക്കിൽ എന്ത് ചെയ്യും, സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമുക്കറിയാം നമ്മുടെ കേരളത്തിലുള്ള കോളേജുകളെ KIRF എന്ന് പറയുന്ന ഒരു റാങ്കിങ് ഫ്രെയിംവർക്ക് വഴി എന്ത് ചെയ്തിട്ടുണ്ട്, റാങ്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞൊരു 2 വർഷങ്ങളായിട്ട്. അപ്പോൾ അതിനെ നമ്മൾ കേരള ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിങ് ഫ്രെയിംവർക്ക് എന്നാണ് വിളിക്കുന്നത്. ഈ ഒരു റാങ്കിങ് എന്ന് പറയുന്നത് ഒരുപാട് പാരാമീറ്റേഴ്സ് കൺസിഡർ ചെയ്തുകൊണ്ട്, ഫോർ എക്സാമ്പിൾ ക്വാളിറ്റി ഓഫ് ടീച്ചിങ്, അതുപോലെ തന്നെ അവിടുത്തെ ഫാക്കൽറ്റി, ലേണിംഗ് റിസോഴ്സസ്, റിസർച്ച് ഔട്ട്പുട്ട്, സ്റ്റുഡൻറ്റിൻ്റെ പെർഫോമൻസ്, അതുപോലെ പ്ലേസ്മെൻറ്റിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കും, ഡൈവേഴ്സിറ്റി, ഔട്ട്റീച്ച് ഇനീഷ്യേറ്റീവ്, സയൻറ്റിഫിക് തിങ്കിങ്, സെക്യുലർ വാല്യൂസ് തുടങ്ങി കോളേജിൻ്റെ ഒരുപാട് പാരാമീറ്റേഴ്സ് കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഈ ഒരു റാങ്കിങ് ഫ്രെയിംവർക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ വരുന്ന കോളേജുകൾ ഏതൊക്കെയാണ്, അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സമയത്ത് ചെക്ക് ചെയ്യാവുന്നതാണ്. ഈ കാണുന്ന വെബ്സൈറ്റിൽ KIRF.KSHEC.org എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയാൽ എല്ലാ കോളേജുകളുടെയും റാങ്കും ഡീറ്റെയിൽസും കാണാൻ സാധിക്കും. അതുവഴി നിങ്ങൾക്ക് ഒരുപാട് നല്ല ഓപ്ഷൻസ് തയ്യാറാക്കാം. നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന കോളേജുകൾ, അവിടുത്തെ ബ്രാഞ്ചുകൾ എന്ന് തുടങ്ങിയിട്ടൊരു ലിസ്റ്റ് തയ്യാറാക്കിയാൽ നമ്മൾ അഡ്മിഷൻ സമയത്ത്, കൗൺസിലിംഗ് സമയത്ത് കുറച്ചുകൂടി ഇൻഫോർമേറ്റീവായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഓപ്ഷൻസ് കൊടുക്കാൻ പറ്റും. എന്ന് മാത്രമല്ല, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി നേടിയെടുക്കാനും സാധിക്കും. ഇതിന് പാരലി തന്നെ ജോസ കൗൺസിലിംഗ് നടക്കും. ജൂൺ ഫസ്റ്റ് വീക്കിലാണ് അത് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും ചാനൽ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം എല്ലാ ഡീറ്റെയിൽസും അഡ്മിഷൻ സമയത്ത് ഉള്ള ജോസ ആവട്ടെ, കീം ആവട്ടെ, മാക്സിമം ഇൻഫർമേഷൻ നിങ്ങൾക്ക് ചാനലിലൂടെ തരാൻ തന്നെ നമ്മൾ ശ്രമിക്കും ഓൺ ടൈം. ആൻഡ് ഈ കീം എഴുതിയിട്ടുള്ള എല്ലാവർക്കും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ റിസൾട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കേണ്ടത് കോളേജുകളെ കുറിച്ചും ബ്രാഞ്ചുകളെ കുറിച്ചും തന്നെയാണ്. അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. സോ എൻ്റെ ഇതിന് മുന്നേ ഒരു കാര്യം കൂടെ മെൻഷൻ ചെയ്യുന്നു. ഈ വർഷം കീം എഴുതി എല്ലാവരും ഞാൻ താഴെ കൊടുത്തിട്ടുള്ള ഗൂഗിൾ ഫോമിൽ ലിങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഡാറ്റ ഫില്ല് ചെയ്യണം. അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഓരോ ഷിഫ്റ്റിലും എഴുതിയ കുട്ടികൾക്ക് എക്സ്പെക്റ്റഡ് മാർക്ക് എത്രയായിരുന്നു, പക്ഷേ ഫൈനൽ നോർമലൈസ്ഡ് സ്കോർ വന്നപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിൻ്റെ ഒരു ഇൻസൈറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ സാധിക്കും. സോ അത് മാത്രമല്ല, ഇനി ഇൻ ജനറൽ കീമിൻ്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ടും അഡ്മിഷനുമായി ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് താഴെ കമൻസ് ആയിട്ട് എന്ത് ചെയ്യാവുന്നതാണ്, ചോദിക്കാവുന്നതാണ്. ബാക്കിയുള്ള സ്റ്റുഡൻസും കൂടെ അതിൽ എൻഗേജ് ചെയ്യാറുണ്ട്. താങ്ക് യു.